മേലാർകോട് ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ നടത്തി. സെമിനാറിൽ 2026-27 കരടുരേഖ അവതരിപ്പിച്ചു. കെ.ഡി. പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇനിയും പൂർത്തീകരിക്കാനുള്ള സമഗ്രമായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ നടപ്പാക്കണം, അതിലെ മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം, ഏത് പദ്ധതിക്ക് മുൻഗണന കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടെല്ലാം ഏറെക്കുറെ അന്തിമമായി തീരുമാനിക്കുന്നത് ഈ വേദിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കണം. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അത് എങ്ങനെ, എവിടെ, ഏത് നാട്ടിൽ, ഏത് ജനങ്ങൾക്ക് ഗുണം ചെയ്യും എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാകും. മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ വികസന പ്രവർത്തനവും നടത്തേണ്ടത്. മനുഷ്യനാണ് പ്രധാനപ്പെട്ട ഗുണഭോക്താവ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ മറ്റെല്ലാ ജീവജാലങ്ങളും അതിനനുബന്ധമായി തന്നെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടല്ല നമ്മൾ പദ്ധതി ഉണ്ടാക്കുന്നത്. ഈ പ്രകൃതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് R. ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി കൃഷ്ണൻ കരടുരേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായി രസ്ന, KC വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T. വത്സല, M. കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ, C. സജിനി, KV. പ്രസീത, S. അൻസില, അജിത, സെക്രട്ടറി P. ഹരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.